ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേവസ്വം LDC അതിന് ആദ്യമായിട്ട് തയ്യാറാകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്, ഫസ്റ്റ് ഇവരുടെ ചിലവർക്ക് ഒരു വലിയ ആഗ്രഹമാണ് ദേവസ്വം ഒരു LD ക്ലർക്ക് ആകുക എന്നുള്ള. അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട്. പല ഉദ്യോഗാർത്ഥികളുടെയും ടെൻഷൻ ക്വാളിഫിക്കേഷന് മാറ്റം വരുമോയെന്ന്. മേ ബി 10th 12th ആകും, പക്ഷേ DC ഒന്നും കമ്പൽസറി ആകാനായിട്ട് സാധ്യതയില്ല. ഇനി പുതിയതായിട്ട് തുടങ്ങാണ്, നമ്മൾ പഠനം പുതിയതായിട്ട് തുടങ്ങാം. അപ്പം എങ്ങനെ ആരംഭിക്കണം, അതാണ് പലവരുടെയും സംശയം. നമ്മൾ ഓൾറെഡി നിങ്ങൾ ഇതിൽ നിന്നല്ല ഏതൊരു ഇപ്പം ഞാൻ ബിഗിനേഴ്സിൻ്റെ സ്ട്രാറ്റജിയാണ് പറയുന്നത്. സോ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ തയ്യാറാകുമ്പോഴും ഫസ്റ്റ് സിലബസ് നന്നായി മനസ്സിലാക്കുക. സിലബസ് നന്നായി മനസ്സിലാക്കുക. 30 മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ. ഇവിടെ നിന്ന് അങ്ങ് പഠനം തുടങ്ങാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചൊരു റാങ്ക് ഫെയിൽ എടുത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ആ സിലബസ് കിടക്കുന്ന എല്ലാം പഠിക്കും. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കഴിഞ്ഞ് അതിൽ ജോലിക്ക് ആളുകൾ കയറിയാലും നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് തയ്യാറാകുന്നവർ ഫസ്റ്റ് നിങ്ങൾ തീർക്കാനായിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ 3 പാർട്ടുകളാണ്. മലയാളം, മാത്സ്, ഇംഗ്ലീഷ്. അതായത് ഇത് സിലബസിൽ എന്താണോ ഉള്ളത്, സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ അടയിലെ സൈറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ സിലബസിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കൂ. അപ്പം നല്ല രീതിയിൽ ആ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്തതിന് ശേഷം ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്ന എക്സാമുകൾ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ 30 മാർക്കിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ സിലബസ് കവർ ചെയ്യുമ്പോൾ 25 to 28 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തത് വരേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്കാണ്. 15 മാർക്കാണ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത്? ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെയും ക്ഷേത്രകലകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഡിഫിക്കൽട്ട് അല്ല, നമ്മൾ ഒരിക്കൽ കേട്ടാൽ മറന്നു പോകും. ബുക്ക് എടുത്ത് കുത്തിയിരുന്ന് വായിക്കൊന്നും വേണ്ട. നല്ല നല്ല വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് അധ്യാപകരുടെ നല്ല വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലും ഒക്കെ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾക്കുക, ഒരു ഔട്ട്ലൈൻ കിട്ടുക. അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒരു 15ലാണ് ഒരു 10 to 12 മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. നിങ്ങൾക്ക് ബേസിക് കമ്പ്യൂട്ടർ നോളജ് നല്ല വെയിറ്റേജാണ്. 10 മാർക്ക്. ഒരുപാട് ഡീപ്പായിട്ടുള്ള കമ്പ്യൂട്ടർ അല്ല പറയുന്നത്, ബേസിക്കാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷനിൽ തന്നെ കമ്പ്യൂട്ടർ വേണം. നമുക്കൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ നോളജ് വേണ്ടേ. നെക്സ്റ്റ് നിങ്ങൾ അങ്ങോട്ട് പോകാം. ദെൻ സയൻസ്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയും. അതായത് 70 മാർക്കിൻ്റെ നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി സിലബസ് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ 55-60 മാർക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ, ഒരു 10-15 ടോപ്പിക്കുകൾ. അതായത് പഴശ്ശി വിപ്ലവവും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക അവകാശങ്ങളെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ടോപ്പിക്കുകൾ, നമ്മുടെ ഇപ്പം സമകാലികമായി ഇപ്പം നടന്ന കുറച്ച് കറണ്ട് അഫെയറും പഠിച്ച് അത്യാവശ്യം ഒരു 10 മാർക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. ഇങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് പുതിയതായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത്. പുതിയത് പഠിച്ചു തുടങ്ങിക്കോ. നോട്ടിഫിക്കേഷൻ മേ ബി നെക്സ്റ്റ് മന്തിലേക്കൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു വേണ്ട, പഠിച്ചു തുടങ്ങിക്കോ. ഈ രീതിയിൽ തന്നെ ഇപ്പം നമുക്ക് സമയമുണ്ട്. എല്ലാ ദിവസവും ഒരുപാട് സമയമൊന്നും ഞാൻ പറയുന്നില്ല. 1 to 2 hours, 1-2 മണിക്കൂർ ഇതിനായിട്ട് മാറ്റിവെക്ക്. പഠിച്ചു തുടക്കക്കാരാ ദേവസ്വം ബോർഡ് എനിക്ക് LD ജോലി വേണം, ഈ രീതിയിൽ പഠിക്കും. ഉറപ്പായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടന്നിടും. ഞാൻ 10 വർഷം പഠിച്ചു, ഞാൻ 5 വർഷം പഠിച്ചു, അതിലൊന്നും കാര്യമില്ല. ഈ പഠിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക്. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അഡ 24/7 മലയാളവും ദേവസ്വം ബോർഡിൻ്റെ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാനും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ഈ ബാച്ച് സഹായിക്കും. ഫസ്റ്റ് ലിങ്ക് അഡ 24/7 മലയാളം കൊടുക്കുക. നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ ദേവസ്വം ബാച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോഴേക്കും ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. കൂപ്പൺ കോഡ് മറക്കണ്ട, Y362.
Y362 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുമ്പോൾ 2323 രൂപയാണ് കോഴ്സ് ഫീ. ഫിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം അങ്ങനെ വിചാരിച്ചൊന്നും ഇരിക്കേണ്ട. ഈ രീതിയിൽ പഠനം നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുവെക്കോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്